إلا وأنتم مسلمون. وقال الله سبحانه وتعالى في كلامه العزيز: وإن أوهن البيوت لبيت العنكبوت. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂക്ഷ്മാലുക്കളായ ദാസന്മാരിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ നമ്മുടെ ഈ ചെറിയ സംസ്ഥാനം അതിന്റെ ഔദ്യോഗിക പക്ഷിയായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ 2 ഉത്തരങ്ങളാണ് ലഭിക്കാറുള്ളത്. അതിലൊന്ന്, മഴ പ്രതീക്ഷിക്കുന്ന, മഴയെ കാത്തിരിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. ആ അർത്ഥത്തിൽ സമൃദ്ധിയുടെ ഒരു അടയാളമാണ് ഈ പക്ഷി. രണ്ടാമത്തേത്, നമ്മുടെ നാട്ടിൽ വളരെ വേഗം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളിലൊന്നുമാണ് വേഴാമ്പൽ. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക പരിഗണനയും ശ്രദ്ധയും കിട്ടുന്നതിന് വേണ്ടി കേരളം അതിന്റെ സംസ്ഥാന പക്ഷിയായി അതിനെ നിശ്ചയിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു പ്രത്യേകത ഈ പക്ഷിക്കുണ്ട് എന്നതാണ്. സാധാരണ ജീവജാലങ്ങളെല്ലാം, പക്ഷി മൃഗാദികളും ജന്തുജാലങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്നിലധികം ഇണകളുമായി ബന്ധപ്പെടുകയും ഇണചേരുകയും ചെയ്യുന്ന ജീവികളാണ്. എന്നാൽ വേഴാമ്പൽ അതിന്റെ ആയുസ്സിൽ ഒരു തവണ മാത്രം, ഒരൊറ്റ ഇണയുമായി മാത്രമേ അത് ഇണചേരാറുള്ളൂ എന്നതാണ്. വേഴാമ്പൽ ഇണചേർന്ന് അതിന്റെ ആ അമ്മപ്പക്ഷി മുട്ടയിടാൻ തുടങ്ങിയാൽ വേഴാമ്പൽ ആൺപക്ഷി അതിന്റെ അമ്മയെ ആ കൂട്ടിലിരുത്തി കൂടിന്റെ പൊത്തിന്റെ ചുറ്റുഭാഗം ഈ ആൺപക്ഷിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രവം കൊണ്ട് അടച്ചു കളയും. പെൺപക്ഷി കൂട്ടിനുള്ളിലാണ്, പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പാകത്തിന് അതിന്റെ ചുണ്ട് മാത്രമാണ് വെളിയിലുണ്ടാവുക. അങ്ങനെ പെൺപക്ഷിയുടെ മുട്ടയ്ക്ക് ആ പെൺപക്ഷി അല്ലെങ്കിൽ ആ തള്ളപ്പക്ഷി അതിന്റെ മുട്ടയ്ക്ക് അടയിരിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഇണപ്പക്ഷി കാടായ കാടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് പഴങ്ങൾ കൊണ്ടുവന്ന് പൊത്തിന് വെളിയിലേക്ക് കാണാൻ പറ്റുന്ന ആ ചുണ്ടിലേക്ക് ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ, ഭക്ഷണങ്ങൾ വെച്ചു കൊടുക്കും. അങ്ങനെ ആ കൂട്ടിൽ ഉപവസിച്ചുകൊണ്ട് ഈ അമ്മപ്പക്ഷി അതിന്റെ ജീവിതം തള്ളി നീക്കും. പെൺപക്ഷി മുട്ട വിരിഞ്ഞ് അത് പുറത്തേക്ക് വരാൻ പ്രായമാകുമ്പോൾ ഒരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ആ ശബ്ദം പുറപ്പെടുവിച്ചത് എന്റെ പണി കഴിഞ്ഞു എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്ന് ആൺപക്ഷിക്ക് അതിനെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ആൺപക്ഷി വന്ന് കൂട് പൊളിച്ച് അമ്മയെയും കുഞ്ഞുങ്ങളെയും പുറത്തേക്കെടുക്കും. ഇങ്ങനെ ഒരു രീതിയാണ് വേഴാമ്പലിന് അതിന്റെ ജീവിതക്രമം എന്ന് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഇര തേടാൻ പോകുന്ന ഈ ആൺപക്ഷി ഏതെങ്കിലും വിധേന അത് കൊല്ലപ്പെട്ട് പോവുകയോ ചത്തുപോവുകയോ ചെയ്താൽ ആ കൂട്ടിനുള്ളിൽ ഒരമ്മയും അച്ഛനെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും വിശന്ന് മരിച്ചു പോകും. ഒരിക്കലും ആ പെൺപക്ഷി കൂട് പൊളിച്ച് പുറത്തേക്ക് അതിന് വരാൻ കഴിയുകയില്ല. അതിന്റെ ഉള്ളിൽ കിടന്ന് അതിന്റെ ജീവിതം മുതലെത്തിയും. ഒരുപക്ഷെ നമ്മളൊന്ന് വേഴാമ്പലിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ വളരെ നൊമ്പരമുണ്ടാക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രതീകമാണ് വേഴാമ്പൽ എന്ന് പറയുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അത്യധ്വാനിക്കുന്ന, കാടായ കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഉപജീവന മാർഗം തേടിയറിയുന്ന ആൺപക്ഷി
ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക പോലും ചെയ്യാതെ അടയിരുന്ന് മക്കൾ അവർക്കൊന്ന് ചിറക് മുളയ്ക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പെൺപക്ഷി, അച്ഛൻ അമ്മയുടെ ചുണ്ടിൽ കൊടുക്കുന്ന ഭക്ഷണം തങ്ങൾക്ക് കിട്ടാനായി കൊതിയോടുകൂടി കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു കുടുംബത്തിന്റെ പ്രതീകാത്മകമായതുകൊണ്ട് കൂടിയാണ് നമ്മുടെ നാട് വേഴാമ്പലിനെ അതിന്റെ സംസ്ഥാന പക്ഷിയായി തന്നെ നിശ്ചയിച്ചതിന്റെ മറ്റൊരു കാരണം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ മലയാളികൾ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുകയും കുടുംബത്തെ വല്ലാതെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ വരുന്ന കേസുകൾ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇടപാടുകൾ അന്വേഷിക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ടൊന്ന് പരിശോധന നടത്തിയാൽ മാത്രം യഥാർത്ഥത്തിൽ കുടുംബത്തെ നമ്മൾ അത്രമേൽ ചേർത്ത് പിടിക്കാറുണ്ടോ, എത്രത്തോളം കുടുംബത്തിന്റെ കഥനകഥകളാണ് പള്ളിയുടെ ഫയലുകളിൽ കെട്ടിക്കിടക്കുന്നത്, കോടതികൾ കെട്ടിക്കിടക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചാൽ സമകാലിക ചരിത്രം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ശൈഥല്യങ്ങളുടെ ഒരുപാട് വർത്തമാനങ്ങൾ നമ്മുടെ സമകാലിക ജീവിത സാഹചര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്ന കുടുംബ സംവിധാനങ്ങൾ തകർന്നു പോകുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ഏറ്റവും കൂടുതൽ കുടുംബ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന കോടതികൾ അത് കേരളത്തിലെ കോടതികളാണ്. കുടുംബ കേസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കോടതികൾ സ്ഥാപിക്കപ്പെട്ട അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ കേരളം. വിശുദ്ധ ഖുർആൻ ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ചും ഒരു കുടുംബ സങ്കല്പത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആ കുടുംബത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ആ ഒരു ജീവിയുടെ കുടുംബത്തെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, ആ ജീവിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ അതിന് അങ്ങനെ ഒരു നാമകരണം നടത്തിക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ആ കുടുംബ ക്രമത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്ത്. അല്ലാഹു തആല പറയുന്നത് കമസലിൽ അൻകബൂത്തി ഇത്തഖദത് ബൈത, ഒരു എട്ടുകാലി ഒരു കുടുംബത്തെ സ്വീകരിച്ചു, കുടിൽ കെട്ടി ജീവിതം ആരംഭിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ കഥ പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ഏറ്റവും ദുർബലമായ കുടുംബം അത് എട്ടുകാലിയുടെ കുടുംബമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ വീക്ഷണത്തിൽ ചിലന്തിയുടെ വീട്, കുടുംബം എന്ന് പറയുന്നത് അതത്ര ദുർബലമൊന്നുമല്ല. സാമാന്യം വലിയ വലിപ്പമുള്ള പ്രാണികളെ, തുമ്പികളെയൊക്കെ കുടുക്കിയിടാൻ പറ്റുന്ന കരുത്തുള്ളതാണ് എട്ടുകാലിയുടെ വല എന്ന് പറയുന്നത്. അത്ര ദുർബലമായ ഒന്നല്ല എട്ടുകാലിയുടെ അല്ലെങ്കിൽ ചിലന്തി വല എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഖുർആൻ പറയുന്നത് വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും ദുർബലമായ കുടുംബ സംവിധാനം അത് എട്ടുകാലിയുടേതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നതിൽ ചില അത്ഭുതങ്ങൾ, അതിന്റെ പ്രയോഗത്തിൽ, അതിന്റെ ആ ഭാഷാപരമായ പ്രയോഗത്തിൽ ചില അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അറബി ഭാഷയിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വീടല്ല. അറബിയിൽ ബൈത്തിന്, വീടിന് പല പേരുകളുണ്ട്. മസ്കൻ, ദാറ്, മൻസില്. പക്ഷെ അല്ലാഹു തആല എട്ടുകാലിയുടെ കുടുംബത്തെ കുറിച്ച് പറയാൻ ഇവിടെ ഉപയോഗിച്ച പദം ബൈത്ത് എന്ന പദമാണ്. സാധാരണ വീടിന് ദാറ് എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ആളുകൾ പാർക്കുന്ന, ആൾപ്പാർക്കുള്ള സംവിധാനത്തിനാണ് ഭാഷാപരമായി ബൈത്ത് എന്ന് പറയുക. രാത്രിയിൽ പാർക്കുന്ന വീട്. ബാത്ത എന്നാൽ രാത്രിയിൽ താമസിച്ചു എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആൻ ആ ആയത്തിന്റെ ശകലത്തിൽ ഉപയോഗപ്പെടുത്തിയ മറ്റൊരു പദമുണ്ട്, വഹന് എന്നാണ്. ദുർബലമായ വീട് എന്ന് ഉപയോഗിക്കാൻ ഖുർആൻ ഉപയോഗിച്ചത് വഹന് എന്നാണ്. ഹദീസിന്റെ ഭാഷയിൽ ഈ വഹന് എന്ന പദം മറ്റൊരു വാചകത്തിൽ കടന്നു വരുന്നുണ്ട്. ഭൗതികമായ ഒരു വസ്തു തകർന്നു പോകുന്നതിനെ കുറിച്ചല്ല വഹന് എന്ന് പറയുക. ഭൗതികമായ ഒരു വസ്തു തകർന്നു പോകുന്നതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ലൊഴഫ് എന്ന പദമാണ്. പക്ഷെ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് ആശയപരമായി ഒരു സംവിധാനത്തിന് ദൗർബല്യം സംഭവിക്കുന്നതിന്റെ പേരാണ് വഹ്ന് എന്ന പദം.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ അന്ത്യത്തോടെടുക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിനുണ്ടാവുന്ന ദൗർബല്യത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖദ് നസല ഫീകുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹനിട്ട് തരും. ഭൗതികതയോടുള്ള താല്പര്യവും മരിക്കാനുള്ള പേടിയുമാണ് വഹന് എന്ന് സഹാബികളുടെ വിശദീകരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ശോഷിച്ചു പോയി എന്നതല്ല, നമ്മുടെ ഉള്ളിൽ പൊള്ളയാണ് എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തോടുള്ള താല്പര്യവും മരണത്തിനോടുള്ള വെറുപ്പും നിങ്ങൾക്കുണ്ടാവുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹന് എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഖുർആൻ പറഞ്ഞത് ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ആശയപരമായി തന്നെ ദൗർബല്യമുള്ള ഏറ്റവും വലിയ കുടുംബ സംവിധാനമാണ് യഥാർത്ഥത്തിൽ എട്ടുകാലിയുടേത്. എന്താണ് ഈ എട്ടുകാലിയുടെ പ്രത്യേകത? ഒരാൺചിലന്തിയും ഒരു പെൺചിലന്തിയും ഇണചേർന്നാൽ, അങ്ങനെ ആ പെൺചിലന്തി മുട്ടയിടാനായാൽ ആ പെൺചിലന്തി ചെയ്യുന്ന ഒന്നാമത്തെ പണി ആൺചിലന്തിയെ കൊന്നു തിന്നുക എന്നതാണ്. ചിലന്തിയുടെ ജീവിതം നമ്മൾ നിരീക്ഷിച്ചാൽ അത് മനസ്സിലാവും. പെൺചിലന്തി അതിന്റെ വയറ്റിൽ വലിയൊരു മുട്ടയുണ്ടാവും. പറയപ്പെടുന്നു ആ മുട്ടയുടെ ഉള്ളിൽ 100 110 കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ഭക്ഷണമില്ല. ഈ കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നുകൊണ്ടായിരിക്കും അവർ വിശപ്പടക്കുക. അങ്ങനെ അവശേഷിക്കുന്ന 5 6 കുഞ്ഞുങ്ങൾ മാത്രമാണ് പിന്നീട് ഈ പെൺചിലന്തിയുടെ മുട്ടത്തോടിൽ നിന്ന് പുറത്തേക്ക് വരിക. കൂടെയുള്ളതിനെയൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണി അമ്മച്ചിലന്തിയുടെ വയർ കാർന്നു തിന്നുക എന്ന പണിയാണ്. അമ്മ മരിച്ചു പോകുന്നതോടുകൂടി കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് അത് അതിൻ്റെതായ ലോകത്തേക്ക് തിരിയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു, വഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, പരസ്പരം കൊന്നു തിന്നുകയും കടിച്ചു കീറുകയും ചെയ്യുന്ന ചിലന്തിയുടെ കുടുംബ സംവിധാനമാണ് ലോകത്തെ കുടുംബങ്ങളിൽ ഏറ്റവും ദുർബലമായ കുടുംബം എന്ന് ഖുർആൻ വളരെ സവിസ്തരമായി, വളരെ ലളിതമായി, ആശയസമ്പുഷ്ടമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താവിനെ കൊന്നു തിന്നുന്ന ഭാര്യ, അമ്മയെ തിന്നുന്ന മക്കൾ, പരസ്പരം തിന്നുകൊണ്ടേയിരിക്കുന്ന സഹോദരങ്ങൾ, ഇങ്ങനെ ഒരു കുടുംബം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ജീവജാലങ്ങളെയാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ വേഴാമ്പലിനെ പോലെ സമൃദ്ധിയുടെയും സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും കുടുംബമാണോ, അതല്ല പരസ്പരം കടിച്ചു കീറലിന്റെയും കൊന്നു തീർക്കുന്നതിന്റെയും അസ്വാരസ്യങ്ങളുടെയും അസ്വസ്ഥതകളും നിഴലിച്ചു നിൽക്കുന്ന കുടുംബമാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. കുടുംബം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിലാസ്ഥാപനം നിർവഹിച്ച സംവിധാനമാണ്. നിരീശ്വരവാദികൾ, പൊതുവെ നാസ്തികരായിട്ടുള്ള ആളുകൾ, അവർ പറയാറുള്ളത്, മനുഷ്യരിങ്ങനെ ജീവിച്ചു വന്നപ്പോൾ മനുഷ്യന്റെ ചരിത്രത്തിൽ എപ്പോഴോ വന്നു ചേർന്ന ഒരു സംവിധാനം അത്രേ കുടുംബം എന്നാണ് അവർ പൊതുവെ കുടുംബത്തെ കുറിച്ച് അവർ നിർവചിക്കാറുള്ളത്. അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ മനുഷ്യനും കുടുംബനാഥനായിരുന്നു എന്നിടത്താണ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിലാസ്ഥാപനം നിർവഹിച്ച സംവിധാനമാണ് കുടുംബം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം. അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ആദ്യ സ്ത്രീയും ആദ്യ ഭാര്യയും കുടുംബനാഥയായിരുന്നു. ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. നിങ്ങളെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹു തആല മനുഷ്യ സഞ്ചയത്തെ ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു തന്നെ പേര് നൽകുകയും നാമകരണം നൽകുകയും ചെയ്ത സംവിധാനമാണ് കുടുംബം. റഹിമ്, റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ് കുടുംബ സംവിധാനം എന്ന പദം നിഷ്പന്നമായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നിർവചിച്ചു.
വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബത്തെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച പദങ്ങളിൽ ഒന്ന് സിലത്തുർ റഹിം. അർ-റഹിം അഥവാ ഗർഭാശയം. സിലത്തുർ റഹിം എന്നാൽ കുടുംബ ബന്ധത്തെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ചേർന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നും അടർത്തിയെടുത്ത് പടച്ചവന്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് പേര് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് കുടുംബ സംവിധാനത്തിനാണ്. റഹിം എന്ന പദത്തിന് അർത്ഥമുണ്ട്, ഗർഭാശയത്തിനാണ് ആ പദം ഉപയോഗിക്കുക. അമ്മയുടെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവിന് വളരാനുള്ള സംവിധാനം ഒരുക്കുന്ന പാത്രമാണ് യഥാർത്ഥത്തിൽ ഗർഭപാത്രം. ഗർഭപാത്രം എങ്ങനെയാണ് ഒരു കുഞ്ഞിന് സംരക്ഷണമേകുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം അതൊരു ചെറിയ സിക്താണ്ഡമായിരുന്നു, പിന്നെ ചെറിയൊരു മാംസകഷ്ണമായി, പിന്നെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കുന്ന അലക്കായി ഈ കുഞ്ഞിനെ എല്ലാത്തരം അപകടത്തിൽ നിന്നും കാത്തുരക്ഷിച്ചത് ഈ ഗർഭാശയമാണ്. സൂറത്തുൽ അലക്കിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത് അതിന്റെ പ്രഥമ ആയത്തുകളിലാണ്. അമ്മ കുനിയുമ്പോഴും, അമ്മ നിവരുമ്പോഴും, അമ്മ കിടക്കുമ്പോഴും, അമ്മ ജോലി ചെയ്യുമ്പോഴും, അടുക്കളയിലൂടെ ഓടുമ്പോഴും അമ്മയുടെ ശരീര ചലനങ്ങൾ അറിയിക്കാതെ ആ കുലുക്കത്തിലും വീഴ്ചയിലുമൊക്കെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഗർഭപാത്രമാണ്. അങ്ങനെയാണ് ഒരു ശിശു വളർന്ന് അത് വെളിയിലേക്ക് വരുന്നത്. ഇതേ റഹിമിനെ, ഇതേ കുടുംബ സംവിധാനത്തിന് വിശദമായ ഖുർആൻ ഇതേ തരത്തിൽ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കേണ്ടുന്നതിനെ പറ്റി, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ഗർഭാശയ ഭിത്തി കുഞ്ഞിന് എങ്ങനെ പരിരക്ഷണം നൽകുന്നു, എങ്ങനെ സംരക്ഷണം നൽകുന്നു, അതേപോലെ വിശ്വാസികളെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് കുടുംബം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. കുടുംബ ബന്ധത്തെ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗം അവൻ അന്യമാണ് എന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പറയുന്നത് ഈ കുടുംബ ബന്ധത്തിന്റെ അതിന്റെ ആസൂത്രണം, അതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് പടച്ചവനാണ്. പടച്ചവൻ സ്ഥാപിച്ച സംവിധാനത്തെ നിങ്ങൾ പരിരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസുകളുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിച്ചു. കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചപ്പോൾ അത് എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, പടച്ചവനെ നീ എന്നോട് കരുണ കാണിക്കണം. അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്നോട് പ്രത്യേകമായ കരുണ കാണിക്കാം. അസിലു മൻ വസലക. ആരാണോ കുടുംബത്തെ പരിഗണിക്കുന്നത് ഞാൻ അവന്റെ കൂടെ നിൽക്കും. വഅഖ്തഉ മൻ ഖതഅക. ആരാണോ കുടുംബ ബന്ധത്തെ മുറിക്കുന്നത് ഞാൻ അവനിൽ നിന്ന് മാറി നിൽക്കും. വറഹിമു മുഅല്ലകും ബിഅർശിർ റഹ്മാൻ. പടച്ചവന്റെ സിംഹാസനത്തോട് ബന്ധിതമാണ് കുടുംബ ബന്ധം എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ കുടുംബ ബന്ധത്തിന്റെ തുടക്കം കുറിക്കുന്ന വിവാഹത്തെ കുറിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ വാചാലമായ ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വിവാഹ ബന്ധം, കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് വിവാഹ കരാറിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥങ്ങൾ, അതിന്റെ അർത്ഥപരികൽപ്പനകൾ പഠന വിധേയമാക്കി കഴിഞ്ഞാൽ കുടുംബം എത്രമാത്രം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നാം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദമാണ് ആയത്ത്. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് ആയത്ത് എന്നാണ് പറയുക. യഹ്ദി ബിഹി കതീറൻ വയുളില്ലു ബിഹി കതീറ. ഈ ആയത്ത് കൊണ്ട് ചില ആളുകൾക്ക് മാർഗദർശനം നൽകും, ചില ആളുകൾ വഴിപിഴപ്പിക്കും. ഇത് ആയത്തിന്റെ ഒരു സവിശേഷതയാണ്. എന്താണ് ആയത്തിന്റെ പ്രത്യേകത? വിശുദ്ധമായ ഖുർആൻ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അല്ലാഹുവിന്റെ ആയത്തിൽപ്പെട്ടതാണ് ഒരു കുടുംബ സംവിധാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള വിവാഹ കരാർ അല്ലെങ്കിൽ വിവാഹം. അത് അല്ലാഹുവിന്റെ ആയത്താണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ആ വിവാഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല പ്രവാചകന്മാരെ സന്ദർഭോചിതമായി ഈ ഭൂമിയിലേക്ക് നിയോഗിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ അമ്പിയാവിനോട് ചില കരാറുകളിൽ അല്ലാഹു തആല ഏർപ്പെടാറുണ്ട്. അമ്പിയാക്കൾ അല്ലാഹുവിനോട് ചില കരാറുകൾ അവർ
നടത്താറുണ്ട്. വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ഇബ്ന മർയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. അമ്പിയാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത കരാറിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകന്മാരെ പൊതുവിൽ പറഞ്ഞിട്ട് ഉലുൽ അസ്മിലെ പ്രവാചകരെ സവിശേഷമായി പറഞ്ഞിട്ട് എല്ലാ പ്രവാചകന്മാരിൽ നിന്നും ഞാനൊരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. അത് ബലിഷ്ഠമായ കരാറാണ്. വിശുദ്ധമായ ഖുർആൻ 3 സ്ഥലങ്ങളിലാണ് ഒരു കരാറിനെ കുറിച്ച് ബലിഷ്ഠമായ കരാർ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തേത് പ്രവാചകന്മാരും അല്ലാഹുവും തമ്മിലുള്ള കരാറാണ്. രണ്ടാമത്തേത് ബനൂ ഇസ്രായേലിൽ അവർ വഴിപിഴച്ച സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ തൂർ പർവ്വതം ഉയർത്തി അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരോട് നിങ്ങൾ വിശ്വാസികളാവൂ എന്ന് പറഞ്ഞപ്പോ ബനൂ ഇസ്രായേലിയർ അല്ലാഹുവിനോട് എടുത്ത കരാറാണ് രണ്ടാമത്തെ ബലിഷ്ഠമായ കരാർ. മൂന്നാമത്തെ കരാറിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് വകൈഫ തഖുദൂനഹു വഖദ അഫ്ലാ ബഅദുകും ഇലാ ബഅദിൻ വഅഖദ്ന മിൻഹും മീസാഖൻ ഗലീദ. വിവാഹവേളയിൽ വധുവിന്റെ രക്ഷിതാവിന് ഈ വരന് ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ച് വധുവിന്റെ രക്ഷിതാവ് വരന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ നടക്കുന്ന കരാറിനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ മീസാഖുൻ ഗലീദ് എന്ന പ്രയോഗം നടത്തിയത്. ചങ്കിടിപ്പോടുകൂടി തന്റെ പ്രിയപ്പെട്ട മകളെ വേറൊരാൾക്ക് കൈപിടിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ കരാറിനെ കുറിച്ച് മീസാഖൻ ഗലീദ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിൽ ഒരതിശയോക്തിയുമില്ല. അത് അത്രമേൽ സുദൃഢമായ ഒരു ബന്ധത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ പദം. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിവാഹമോചനങ്ങൾ സമൂഹത്തിൽ നടന്നാൽ അത്തലാഖു യഹുസ്സുൽ അർശ്. തലാഖ് നടന്നാൽ അത് പടച്ചവന്റെ സിംഹാസനത്തിന് പോലും വിറകൊള്ളാൻ മാത്രം ബലിഷ്ഠമായ ഒരു കരാറിന്റെ നിരാകരണമാണ്, അവിടെ സംഹാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് അർശ് പോലും അവിടെ അത് ചലിക്കും, അത് കുലുങ്ങുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. വിവാഹവും കുടുംബജീവിതവും പലപ്പോഴും ദുനിയാവിലെ ഏർപ്പാടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിന് വില കൽപ്പിക്കാൻ പൊതുവെ മനുഷ്യ സമൂഹം ലാഘവത്വം കാണിക്കാറുള്ളത്. പള്ളികളിൽ നിസ്സാരമായ കേസുകളുടെ പേരിൽ എത്രയോ കേസുകൾ നമ്മുടെ മസ്ജിദുകളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നൊന്ന് കണക്കെടുത്ത് പരിശോധിച്ചാൽ വളരെ നിസ്സാരമായ കേസുകളുടെ പേരിൽ ബന്ധം വളരെ പൊടുന്നനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. 60 വർഷത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു കരാർ, അല്ലെങ്കിൽ വെറും 4 വർഷത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ കരാർ, കുറച്ചു നാളത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ കരാർ എന്നതിനപ്പുറത്തേക്ക് വിശുദ്ധമായ ഖുർആൻ ഈ വിവാഹ ജീവിതത്തെ കാണുന്നത് പരലോകത്തേക്ക് നീളുന്ന ഒരു ബന്ധം എന്ന നിലയിലാണ് വിവാഹ ബന്ധത്തെ, കുടുംബ സംവിധാനത്തെ പടച്ചോൻ പരിചയപ്പെടുത്തിയത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് സ്വർഗ്ഗവാസികളായ ആളുകൾ അവർ വിവിധങ്ങളായ ജോലികളിലായിരിക്കും. അങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ ദുനിയാവിലെ ഇണകൾ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നുണ്ടാവും എന്ന വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. സ്വർഗത്തിൽ കുടുംബസമേതം ചാരുമഞ്ചങ്ങളിരുന്ന ആളുകൾ അവിടെ പോയി കുടുംബമുണ്ടാക്കിയവരല്ല, മറിച്ച് ദുനിയാവിൽ അവർ കെട്ടിപ്പടുത്ത സ്വർഗീയമായ ജീവിതത്തിന്റെ അനന്ത സാധ്യതകളാണ് യഥാർത്ഥത്തിൽ പരലോകത്തേക്ക് പടർന്നു കിടക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയതിഹിം. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ഇണകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അവരുടെ മാതാപിതാക്കൾ സ്വർഗീയ ആനന്ദങ്ങളിലായിരിക്കും. സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടുന്ന കുടുംബത്തിന്റെ അസ്ഥിവാരമാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ നാം ശിലാസ്ഥാപനം കുറിക്കുന്ന വിവാഹത്തിലൂടെ ഒരാൾ പ്രവേശിക്കുന്ന കുടുംബജീവിതം. നമ്മുടെ കുടുംബ സംവിധാനം എങ്ങനെയാണ് നന്നാവുക? ദീനുൽ ഇസ്ലാം അതിന് ചില അടിത്തറകൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണം നീ ഒരു കുടുംബനാഥനാവുന്നതിലൂടെയാണ്. മൻ തസവ്വജ ഇംറഅതൻ സാലിഹതൻ ഫഖദ് അഹ്റസ സുൽസൈ ദീനിഹി. സാലിഹത്തായ പെൺകുട്ടിയെ ഒരാൾ ഇണയായി സ്വീകരിച്ചാൽ
അവന്റെ ദീനിന്റെ 2/3 പൂർത്തിയാക്കി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശദീകരിക്കുകയാണ്. ഫൽയത്തഖില്ലാഹ ഫിദ്ദുൽസിൽ ബാഖി, ബാക്കിയുള്ള 1/3 അവന്റെ ജീവിതത്തെ സൂക്ഷിച്ചുകൊള്ളട്ടെ, അവൻ ധർമ്മബോധം ധർമ്മവിശുദ്ധി കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. ഒരാളുടെ ദീൻ പൂർത്തീകരിക്കപ്പെടാനുള്ള ഉപാധിയാണ് കുടുംബജീവിതത്തിന്റെ പ്രവേശന കവാടമായിട്ടുള്ള വിവാഹം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആ നിലയിൽ കുടുംബ സംവിധാനത്തെ നാം അത്രമേൽ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പരിചയമുള്ള മറ്റു മതങ്ങൾ ദൈവസാമീപ്യത്തിന് കുടുംബജീവിതത്തെ നിരാകരിക്കുന്ന, വിവാഹത്തെ നിരാകരിക്കുന്ന സങ്കല്പങ്ങളുള്ള ഒരു സംവിധാനത്തിൽ, ഒരു നവലോകക്രമത്തിൽ, അല്ലെങ്കിൽ മതങ്ങളുടെ ആ ജീവിത സാഹചര്യം എടുത്ത് നമ്മൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ വിവാഹത്തിലൂടെയാണ് നിങ്ങൾക്ക് വിശുദ്ധി ലഭിക്കുന്നത്, നിങ്ങൾക്ക് വിശുദ്ധി ലഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവസാമീപ്യം കരഗതമാക്കാൻ കഴിയുക എന്ന് ദീൻ പഠിപ്പിക്കുന്നത് എത്ര ആശയ സമ്പന്നമായ ഒരു ജീവിതക്രമത്തെ കുറിച്ചാണ്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, യുവസമൂഹമേ, നിങ്ങൾക്ക് ഒരു പെണ്ണിനെ പോറ്റാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമല്ലം യസ്തതി, അങ്ങനെ തന്റെ ഇടമില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിക്കണം. എന്തുകൊണ്ടായിരിക്കും വിവാഹത്തെയും സൗമിനെയും സിവാജിനെയും സൗമിനെയും ഇത്ര ചേർത്ത് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഫഅലൈഹി ബിസ്സൗം, നോമ്പിൽ എത്ര വിശുദ്ധിയാണോ കാത്തു സൂക്ഷിക്കേണ്ടുന്നത്, ആ വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിലൂടെ ഒരാളുടെ ലൈംഗികമായ തൃഷ്ണയെയും അവന്റെ ദൃഷ്ടിയെയും അവനെ സംരക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നുകിൽ വിവാഹം, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം. സാധാരണ സത്യവിശ്വാസികളായ നമ്മളൊക്കെയും ജാഗ്രത പാലിക്കുന്ന സമയമാണ് നോമ്പുകാലം. നോമ്പായതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ദൃഷ്ടിക്ക്, നമ്മുടെ കേൾവിക്ക്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിപൂർണമായ സംശുദ്ധിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന സന്ദർഭം അത് നോമ്പുകാലത്താണ്. വിവാഹവും നോമ്പും തമ്മിൽ യോജിക്കുന്ന പോയിന്റ് ഏതാണ്? നോമ്പിലൂടെ എത്ര വിശുദ്ധിയാണോ ഉണ്ടാവേണ്ടുന്നത് അത്ര വിശുദ്ധി ഒരാൾക്ക് കുടുംബ സംവിധാനത്തിലൂടെ ഉണ്ടാവണം. അപ്പോൾ കുടുംബം ഇബാദത്തായി മാറുമെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹത്തിന് ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ്? പ്രവാചകൻ പറയുന്നുണ്ട്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. സൗന്ദര്യം, സമ്പത്ത്, കുടുംബമഹിമ സ്വാഭാവികമായി കുടുംബ സംവിധാനത്തിൽ പരിഗണിക്കപ്പെടുന്ന പരിഗണനകളാണ്. പക്ഷേ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന മുൻഗണനാക്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുടയവളെ കൊണ്ട്, ദീനുടയവരെ കൊണ്ട് നീ വിജയിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പഠനമുണ്ട്. കേരളത്തിലെ 40% കുടുംബങ്ങളും ഇന്നും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. വലിയ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നടീനടന്മാരുടെ, സമൂഹത്തിൽ സെലിബ്രിറ്റികളായി നിൽക്കുന്ന ആളുകളുടെ കുടുംബ സംവിധാനങ്ങൾ അത് വളരെ പെട്ടെന്ന് തകർന്നടിഞ്ഞു പോകാൻ 60 വയസ്സ് കഴിഞ്ഞിട്ടും 70 വയസ്സ് കഴിഞ്ഞിട്ടും തകർന്നു പോകുന്ന കുടുംബ സാഹചര്യങ്ങൾ. ആ പഠനം പറയുന്നത്, ചിലർ അടങ്ങി ഒതുങ്ങി രണ്ടാലൊരു വിവാഹം കഴിക്കാത്തത് കൊണ്ട് തൽക്കാലം ആ കുടുംബ സംവിധാനത്തിൽ സഹിച്ച് ക്ഷമിച്ചങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹക്രമത്തിൽ ദീൻ പറഞ്ഞ മുൻഗണന പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുടയവളെ കൊണ്ട് കുടുംബ സംവിധാനത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനമുണ്ട്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസിദഹു അല്ലാഹു ഇല്ലാ ദുല്ല. ഒരാൾ ഒരു പെണ്ണിനെ, ആ പെണ്ണിന്റെ അന്തസ്സിന്റെ പേരിൽ മാത്രം, പ്രതാപത്തിന്റെ പേരിൽ മാത്രം ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ അവന് അത് മാത്രം ലക്ഷ്യമാക്കിയാണ് അവന്റെ വിവാഹ ജീവിതത്തിന്റെ പ്രവേശനമെങ്കിൽ
ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദുല്ല, അല്ലാഹു അവന് നിന്ദ്യതയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുക. പ്രവാചകൻ തുടരുന്നു, വമൻ തസവ്വജഹ ലിമാലിഹ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ. ഒരാൾ സമ്പത്ത് നോക്കിയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ ദാരിദ്ര്യമായിരിക്കും അവന്റെ ജീവിതം അപ്പാടെ. പ്രവാചകൻ പറഞ്ഞു, വമൻ തസവ്വജ ഇംറഅതൻ ലിദീനിഹ ബൂരിക ലഹു ഫി അഹ്ലിഹി. ആരെങ്കിലും ദീൻ മാനദണ്ഡമാക്കിയാണ് വിവാഹത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ ഏറ്റവും ദൃഢമായ നിലയിൽ സ്വർഗത്തിലെത്തുന്നതുവരെ അല്ലാഹു തആല അതിന് ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ